രാമചന്ദ്രൻ മാസ്റ്റർ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു മനുഷ്യനായിരുന്നു. ഭാര്യ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് 3 മക്കളായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചു. പുതിയ ഒരു ഉടുപ്പ് വാങ്ങേണ്ട പണം പോലും അദ്ദേഹം മക്കളുടെ പഠനത്തിന് വേണ്ടി ചിലവഴിച്ചു. രാത്രിയിൽ ഉറങ്ങാതെ ട്യൂഷൻ എടുത്തും പകൽ സ്കൂളിൽ പഠിപ്പിച്ചും അദ്ദേഹം മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മക്കൾക്ക് ജോലിയും വിവാഹവുമായി. അച്ഛൻ സന്തോഷവാനായിരുന്നു. എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഫലം കിട്ടി, അദ്ദേഹം എല്ലാവരോടും അഭിമാനത്തോടെ പറയും. ഒരു ദിവസം മക്കൾ എല്ലാവരും ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അച്ഛാ, അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പേരിൽ എഴുതിയാൽ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അച്ഛൻ ഒന്നു മടിച്ചു. പക്ഷേ മക്കളെ സംശയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം വീട്, സ്ഥലവും ബാങ്കിലെ നിക്ഷേപങ്ങളും എല്ലാം മക്കളുടെ പേരിലേക്ക് മാറ്റി. അന്ന് രാത്രി അദ്ദേഹം സമാധാനത്തോടെ ഉറങ്ങി. ഇനി എനിക്ക് പേടിക്കാനൊന്നുമില്ല, എൻ്റെ മക്കൾ എന്നെ നോക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും കാര്യങ്ങൾ മാറാൻ തുടങ്ങി. മുൻപ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്ന മക്കൾ ഇപ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തിയില്ല. ഭക്ഷണം പോലും പലപ്പോഴും വൈകി. കൊച്ചുമക്കളെ കാണാൻ ചെന്നാൽ അച്ഛാ, അവരെ ശല്യപ്പെടുത്തരുത് എന്ന് മരുമക്കൾ പറയാൻ തുടങ്ങി. അവസാനം ഒരു ദിവസം മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ആലോചിച്ചു, ഇവിടെ അച്ഛൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് സമയം തികയുന്നില്ല. അതുകൊണ്ട് അച്ഛനെ ഒരു വൃദ്ധസദനത്തിലാക്കാം. അവിടെയാകുമ്പോൾ അച്ഛന് ഈ പ്രായത്തിലുള്ള ഒരുപാട് കൂട്ടുകാരെ കിട്ടും. അവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ അച്ഛന് സന്തോഷവും സമാധാനവും കിട്ടും. ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ചായക്കപ്പ് നിലത്ത് വീണുടഞ്ഞു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കാരണം ഹൃദയം തകർന്ന മനുഷ്യർ പലപ്പോഴും നിശബ്ദരാകാറുണ്ട്. അടുത്ത ദിവസം അദ്ദേഹത്തെ വൃദ്ധസദനത്തിലെത്തിച്ചു. പോകുമ്പോൾ അദ്ദേഹം ഒരിക്കൽ മാത്രം തിരിഞ്ഞു നോക്കി. സ്വന്തം കൈകളാൽ വളർത്തിയ മക്കൾ. പക്ഷേ ആരുടെയും കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും ഉണ്ടായിരുന്നില്ല. വൃദ്ധസദനത്തിൽ എത്തിയ ശേഷം അദ്ദേഹം എല്ലാവരോടും പുഞ്ചിരിയോടെ പെരുമാറി. പക്ഷേ എല്ലാ രാത്രിയിലും അദ്ദേഹത്തിൻ്റെ തലയിണ നനഞ്ഞിരുന്നു. ഒരു ദിവസം അവിടുത്തെ മാനേജർ ചോദിച്ചു, മാഷേ, മക്കളെ വിളിക്കട്ടെ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട മോനെ, ഞാൻ വിളിച്ചാൽ അവർ വരും. പക്ഷേ അത് സ്നേഹം കൊണ്ടല്ല, കടമ കൊണ്ടായിരിക്കും. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി. മക്കളെ വിവരമറിയിച്ചു. അവർ എത്തുമ്പോഴേക്കും അദ്ദേഹം അവസാന ശ്വാസത്തിലായിരുന്നു. മൂത്ത മകൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അച്ഛാ, ഞങ്ങളോട് ദേഷ്യമുണ്ടോ? അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി കണ്ണു തുറന്നു. ശേഷിച്ച ശക്തി മുഴുവൻ ഉപയോഗിച്ചു പറഞ്ഞു, ദേഷ്യമില്ല മോനെ, ഒരപേക്ഷ മാത്രമുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഇതുപോലെ ചെയ്യാതിരിക്കാൻ അവരെ സ്നേഹിക്കാൻ മറക്കരുത്. അതും പറഞ്ഞ് അദ്ദേഹം കണ്ണുകൾ അടച്ചു. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ആ ദിവസം ആദ്യമായി മക്കൾക്ക് മനസ്സിലായി, അച്ഛൻ്റെ സ്വത്ത് അവർ നേടിയിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഹൃദയം അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല.